ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണ്. ഈ പേരിൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്തോ ചില പ്രയോറിറ്റീൻ്റെ ബേസിൽ നമ്മൾ പ്രോസസ്സിനെ ഷെഡ്യൂൾ ചെയ്യുന്നതിനെയാണ് എന്താ പറയുക, പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന് പറയാം. നോക്കാം എന്താണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. In priority scheduling, a priority is associated with each process and the CPU is allocated to the process with the highest priority. Priorities are generally indicated by some fixed range of numbers such as 0 to 1 to 7, with low numbers represent ഹൈ പ്രയോറിറ്റി. ഈക്വൽ പ്രയോറിറ്റി പ്രോസസ് ആർ ഷെഡ്യൂൾഡ് ഇൻ FCFS ഓർഡർ. അതായത് പ്രയോറിറ്റി ഷെഡ്യൂളിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, CPU ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോസസ്സിനും നമ്മൾ ഓരോ പ്രയോറിറ്റി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഓരോന്നിനും ഓരോ പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ ഈ CPU പ്രോസസ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഹയസ്റ്റ് പ്രയോറിറ്റി ആരാണോ അവർക്കാണ് ഫസ്റ്റ് ചാൻസ് കൊടുക്കുക. അതായത് ഇതിനകത്ത് ഇപ്പോൾ 0 to 1 to 7 127 എന്ന് പറയുന്ന നമ്പേഴ്സ് നമ്മൾ എടുത്താൽ അതിനകത്തുള്ള ലോ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈ പ്രയോറിറ്റി എന്ന് പറയുക. അതായത് ഫസ്റ്റ് 0 then 1 then 2 അങ്ങനെയാണ് പോവുക. ഓക്കെ, അപ്പോൾ അത്ര ലോ നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് കൊടുക്കുക, പ്രയോറിറ്റി ഫസ്റ്റ് കൊടുക്കുക. അപ്പോൾ ചില കേസിൽ ഈക്വൽ പ്രയോറിറ്റി പ്രോസസ്സുകൾ വരാം. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, FCFS വെച്ചിട്ട് നമ്മളത് പ്രോസസ്സ് ചെയ്യും. FCFS എന്തായിരുന്നു, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്, നമ്മൾ എടുത്തതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോ പ്രോസസ്സിനും ഓരോ പ്രയോറിറ്റി കൊടുത്തു. എന്നിട്ട് ആർക്കാണോ ഹൈ പ്രയോറിറ്റി ഉള്ളത് അവർ പിടിച്ച് ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യും, നെക്സ്റ്റ് അവരെ പിടിച്ച് നെക്സ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിനകത്ത് പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിനകത്ത് ചെയ്യുന്നത്. An SJF algorithm is simply a priority algorithm where the priority is the inverse of the predicted CPU burst. അതായത് ദ ലാർജർ ദ CPU burst the lower the priority and vice versa. നമ്മൾ SJF പഠിച്ചതാണ്, ഷോർട്ട് ജോബ് ഫസ്റ്റ്. ഇതിനകത്ത് നമ്മൾ SJFൽ നമ്മൾ ചെയ്തത് ഒരു ടൈപ്പ് ഓഫ് പ്രയോറിറ്റി അൽഗോരിതമാണ്. അതായത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള പ്രയോറിറ്റിയാണ് നമ്മൾ അവിടെ കൊടുത്തത്. പക്ഷെ അവിടെ കൊടുത്തത് എങ്ങനെയായിരുന്നു, CPU ബേസ്റ്റ് പ്രിഡിക്റ്റ് ചെയ്തിട്ട് അതിന് ഇൻവേഴ്സ് ആയിട്ടാണ് കൊടുത്തത്. അതായത് ലാർജർ CPU ബേസ്റ്റ് ആണെങ്കിൽ അതിന് ലോവർ പ്രയോറിറ്റി കൊടുക്കും, വൈസ് വേഴ്സ നേരെ ഓപ്പോസിറ്റ് കൊടുക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേര് തന്നെ ഉണ്ട്. അതായത് CPU ബേസ്റ്റ് ഏറ്റവും കുറവ് ആരാണോ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുകയാണ് SJFൽ ചെയ്തിരുന്നത്. അപ്പോൾ SJF എന്താണ്, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് SJF ഉള്ളത്. അതായത് CPU ബേസ്റ്റ് നോക്കും, അത് പ്രിഡിക്റ്റ് ചെയ്തിട്ട് ആർക്കാണോ ഏറ്റവും കുറവുള്ളത് അവരെ പിടിച്ചിട്ട് ഫസ്റ്റ് ചെയ്യും, പിന്നെ നെക്സ്റ്റ് ആൾ, അങ്ങനെയാണ് SJFലും ചെയ്തിരുന്നത്. അപ്പോൾ അതെന്താണ്, ഒരു ടൈപ്പ് ഓഫ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന് തന്നെയാണെന്ന് കാണിക്കാനാണ് നമ്മളിവിടെ SJF പറഞ്ഞത്. ഓക്കെ, പ്രയോറിറ്റീസ് ക്യാൻ ബി ഡിഫൈൻ ഐദർ ഇൻറ്റേർണലി ഓർ എക്സ്റ്റേണലി. പ്രയോറിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, വേണേൽ ഇൻറ്റേർണലി ഡിഫൈൻ ചെയ്യാം, എക്സ്റ്റേണലി ഡിഫൈൻ ചെയ്യാം. ഏത് രീതിയിലാണോ നമ്മൾ പ്രയോറിറ്റി ഡിഫൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് പ്രോസസ്സിന് പ്രയോറിറ്റീസ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇൻറ്റേർണലി ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രയോറിറ്റീസ് എന്ന് പറയുമ്പോൾ സം മെഷറബിൾ ക്വാണ്ടിറ്റീസ് ഓർ ക്വാണ്ടിറ്റീസ് to compute the priority of a process. For example, time limits, memory requirements, number of open files and ratio of average IO burst to average CPU burst have been used in computing priorities. ഇപ്പോൾ ഇൻറ്റേർണലി ആണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ പല വേസിൽ കൊടുക്കാം. അപ്പോൾ ടൈം ലിമിറ്റ് എത്രയാണ്, മെമ്മറി റിക്വയർമെൻറ്റ്സ് എത്രയാണ്, നമ്പർ ഓഫ് ഓപ്പൺ ഫയൽസ് എത്രയ്ക്കാണ്, റേഷ്യോ എങ്ങനെയാണ്, ആവറേജ് IO ബേസ്റ്റ് ആൻഡ് CPU ബേസ്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ്, അതിനനുസരിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണം, ഇൻറ്റേർണലി നമുക്ക് വേണമെങ്കിൽ പ്രയോറിറ്റി അസൈൻ ചെയ്ത് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ പ്രയോറിറ്റീസും പോസിബിൾ ആണ്. എങ്ങനെയാണ്, സെറ്റ് ഓഫ് ക്രിറ്റേരിയ ഔട്ട്സൈഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സച്ച് ആസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ പ്രോസസ്, ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് ഫണ്ട് ബീങ് പെയ്ഡ് ഫോർ എ കമ്പ്യൂട്ടർ യൂസ്, ഡിപ്പാർട്ട്മെൻറ്റ് സ്പോൺസറിങ് ദ വർക്ക് ആൻഡ് അതർ ഓഫൻ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എക്സ്റ്റേണലി വേണമെങ്കിൽ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം. അതുണ്ട് കേട്ടോ, പൊളിറ്റിക്കൽ കേസിലൊക്കെ നമുക്കറിയാലോ പ്രയോറിറ്റി അവർക്ക് വളരെ 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 കൂടുതലാണ്. അപ്പോൾ എന്താണ്, എക്സ്റ്റേണലി പോസിബിൾ ആണ്, ഇൻറ്റേർണലി, രണ്ട് രീതിയിൽ. അപ്പോൾ പ്രയോറിറ്റി എന്ന കൺസെപ്റ്റ് നമ്മളാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രയോറിറ്റി എന്ന് നമ്മൾ തീരുമാനിക്കും. ആ പ്രയോറിറ്റി ബേസിൽ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ക്യാൻ ബി ഐദർ പ്രിയംറ്റീവ് ഓർ നോൺ പ്രിയംറ്റീവ്. പ്രിയംറ്റീവും പോസിബിൾ ആണ്, നോൺ പ്രിയംറ്റീവും പോസിബിൾ ആണ്. പ്രിയംറ്റീവും നോൺ പ്രിയംറ്റീവും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്, നിങ്ങൾക്കറിയാം. പ്രിയംറ്റീവ് ആണെങ്കിൽ എന്താണ്, കട്ട് ചെയ്ത് അടുത്ത പ്രോസസ്സിന് ചാൻസ് കൊടുക്കാം. നോൺ പ്രിയംറ്റീവ് ആണെങ്കിൽ നോ കട്ടിംഗ് ഒന്നും പോസിബിൾ അല്ല, ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത്, അത്രേ പോസിബിൾ ആവുള്ളൂ. വെൻ എ പ്രോസസ് അറീവ്സ് അറ്റ് ദ റെഡി ക്യൂ, ഒരു പ്രോസസ്സ് റെഡി ക്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രയോറിറ്റി ഈസ് കമ്പയർഡ് വിത്ത് ദ പ്രയോറിറ്റി ഓഫ് ദ കറൻ്റ്ലി റണ്ണിങ് പ്രോസസ്സ്. അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി റണ്ണിങ് പ്രോസസ്സ് പ്രയോറിറ്റി ആയിട്ടൊന്ന് കമ്പയർ ചെയ്യും. എ പ്രിയംറ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് algorithm will preempt the CPU if the priority of the newly arrived process is higher than the priority of the currently running process. ഇപ്പോൾ ഒരു പ്രിയംറ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ
ഹയർ പ്രയോറിറ്റി ഉള്ള ആൾ അതിൻ്റെ അടിയിൽ വന്നാൽ എന്ത് ചെയ്യും, അത് വരെ റൺ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സ് അവിടെ നിർത്തി വെച്ചിട്ട് അതിനകത്ത് ഇതുവരെയുള്ള ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കും. അതാണ് പ്രിയംറ്റീവിൻ്റെ പ്രത്യേകത. നമ്മൾ പറഞ്ഞ പ്രത്യേകതയാണത്. A non-preemptive priority scheduling algorithm will simply put a new process at the head of the ready queue. അതായത് നോൺ പ്രിയംറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ എന്ത് ചെയ്യും, ആ റെഡി ക്യൂവിൻ്റെ ഹെഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അതിനെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് നിർത്തും. കാരണം എന്താണ്, ഒരിക്കലും ഒന്ന് കട്ട് ചെയ്തിട്ട് അടുത്താക്കി ചാൻസ് കൊടുക്കാൻ പറ്റില്ല, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ. അങ്ങനെ പ്രയോറിറ്റി ബേസിൽ അവിടെ ഓർഡർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രയോറിറ്റീൻ്റെ ഒരുപാട് പ്രത്യേകതകളാണ് പറഞ്ഞത്. ഇനി ഒരു പ്രോബ്ലം, ഇങ്ങനെ പ്രയോറിറ്റി ഷെഡ്യൂളിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, കാരണം എക്സാമിന് പല വേസിൽ ചോദിക്കുമ്പോൾ അറിയില്ല മിസ് ചെയ്യുന്നത് മാത്രം നിങ്ങൾ പറയരുത്. കാരണം നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വേണ്ട രീതിയിൽ പഠിക്കണമെന്ന് മാത്രം. അപ്പോൾ എന്ത് പ്രോബ്ലമാണ് ഒരു പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിൽ വരാൻ പോകുന്നത് നോക്കാം. എ മേജർ പ്രോബ്ലം വിത്ത് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം ഈസ് ഇൻഡിഫിനിറ്റ് ബ്ലോക്കിംഗ് ഓർ സ്റ്റാവേഷൻ. സ്റ്റാവേഷൻ നമ്മളിപ്പോൾ മുന്നേ പേല പറഞ്ഞു, RR ഷെഡ്യൂളിങ്ങിൽ ജസ്റ്റ് സ്റ്റാവേഷൻ കൺവേ എഫക്റ്റിൻ്റെ കൂടെ പറഞ്ഞു. സ്റ്റാവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, എ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം ക്യാൻ ലീവ് സം ലോ പ്രയോറിറ്റി പ്രോസസ് വെയിറ്റിംഗ് ഇൻഡിഫിനിറ്റ്ലി. ഇൻ എ ഹൈലി ലോഡഡ് കമ്പ്യൂട്ടർ സിസ്റ്റം എ സ്റ്റഡി സ്ട്രീം ഓഫ് ഹയർ പ്രയോറിറ്റി പ്രോസസ് ക്യാൻ പ്രിവെൻറ്റ് എ ലോ പ്രയോറിറ്റി പ്രോസസ് ഫോർ എവൻ ഗെറ്റിംഗ് ദ CPU. സ്റ്റാവേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ പ്രയോറിറ്റി ഉള്ള പ്രോസസ്സുകൾ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലോ പ്രയോറിറ്റി ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊരു ചാൻസും കൊടുക്കാതെ CPU ആയിട്ടൊരു തരത്തിലും ഇൻറ്ററാക്ഷൻ കൊടുക്കാതെ എന്ത് ചെയ്യുക, ഹൈ പ്രയോറിറ്റി ഉള്ളവർ അങ്ങനെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക, അവർ കംപ്ലീറ്റ് ചെയ്യുക, അടുത്ത പ്രയോറിറ്റി വരും, അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥ. അതായത് അവരെ ബ്ലോക്കായിട്ട് ഇൻഡിഫിനിറ്റ് ആയിട്ട് ബ്ലോക്ക് ആക്കിയിടുക നമ്മുടെ ലോ പ്രയോറിറ്റി ഉള്ള പ്രോസസ്സുകളൊക്കെ പിടിച്ചിട്ട്. അതാണ് ഈ നമ്മളുടെ പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിൽ വരുന്ന വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. ലോ പ്രയോറിറ്റി ഉള്ള ആളുകൾക്ക് ഒരു ചാൻസും കൊടുക്കാതെ ഹൈ പ്രയോറിറ്റി ഉള്ളവർക്ക് വേണമെങ്കിൽ എക്സിക്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കാവുന്ന ഒരവസ്ഥ. അതാണ് സ്റ്റാവേഷൻ. കോൺവേ എഫക്റ്റ് എന്തായിരുന്നു ഞാൻ പറഞ്ഞു തന്നാണ്, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു തന്നാണ്. എന്തായിരുന്നു കോൺവേ എഫക്റ്റ്? അതായത് ലെങ്തി ആയിട്ടുള്ള CPU ബേസ്ഡ് ഒരുപാടുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നത് വരെ മറ്റുള്ളവർ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ. അതാണ് കോൺവേ എഫക്റ്റ്. സ്റ്റാവേഷൻ പറഞ്ഞാൽ എന്താണ്, കൺഫ്യൂസർ ആവരുത് കേട്ടോ, ഒരു മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഏരിയയാണ്. സ്റ്റാവേഷൻ ആകുമ്പോൾ എന്താണ്, ഹൈ പ്രയോറിറ്റി ഉള്ള ആളെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക, ലോ പ്രയോറിറ്റി ഉള്ളവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട അവസ്ഥ സ്റ്റാവേഷൻ. അപ്പോൾ ഈ സ്റ്റാവേഷൻ നമ്മളൊരു സൊല്യൂഷൻ കൊണ്ടുവരേണ്ടതല്ലേ. എന്താണ് സൊല്യൂഷൻ? ഈ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് ഇൻഡിഫിനിറ്റ് ബ്ലോക്കേജ് ഓഫ് ലോ പ്രയോറിറ്റി പ്രോസസ് ഈസ് ഏജിങ്. ഏജിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളതിന് പകരമായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് സോൾവ് ചെയ്യേണ്ടതുണ്ട്. ഏജിങ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് ദ സിസ്റ്റം ഗ്രാജുവലി ഇൻക്രീസ് ദ പ്രയോറിറ്റി ഓഫ് ദോസ് പ്രോസസ് വിച്ച് ആർ വെയിറ്റിംഗ് ഇൻ ദ സിസ്റ്റം ഫോർ എ ലോങ് ടൈം ഫോർ ദെയർ എക്സിക്യൂഷൻ. അതായത് ഇങ്ങനെ കുറേ ടൈം ലോ പ്രയോറിറ്റി പ്രോസസ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വെയിറ്റിങ്ങിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ പ്രയോറിറ്റി കൂട്ടി ഇങ്ങനെ കൊണ്ടുവരുന്നതിനെയാണ് എന്ത് പറയുക, ഏജിങ് എന്ന് പറയുക. അങ്ങനെ ആകുമ്പോൾ ആ ലോ പ്രയോറിറ്റി എന്നുള്ള അവസ്ഥയിൽ നിന്ന് എന്തായി, അത് ഹൈ പ്രയോറിറ്റിയിലെത്തി. അതുകൊണ്ട് തന്നെ അതിന് നെക്സ്റ്റ് ചാൻസ് കിട്ടും. എവിടെ എത്തി? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായി, ഈ ലോ പ്രയോറിറ്റി ഉള്ള ആളുകൾ ഇങ്ങനെ കുറേ ടൈം അതിങ്ങനെ ലോ പ്രയോറിറ്റിയിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഏജിങ് കൊണ്ടുവരും. അപ്പോൾ എന്ത് ചെയ്യും, അതിനിങ്ങനെ പ്രയോറിറ്റി കൂടി വരുമ്പോൾ എന്തായി, ഹൈ പ്രയോറിറ്റി സ്റ്റേജിൽ അത് എത്തുന്നു, അതിന് CPU ചാൻസ് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഏജിങ് എന്നുള്ള ഒരു മെത്തേഡിലുള്ള ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് പ്രയോറിറ്റീസ് റേഞ്ച് ഫ്രം 127 ലോ ആണ്, അപ്പോൾ അതിൻ്റെ ഹയർ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഏത് വരെ എത്തണം, 0 പറഞ്ഞാൽ അതാണ് ഹൈ പ്രയോറിറ്റി. നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും ചെറിയ നമ്പറുകളാണ് ഹൈ പ്രയോറിറ്റി. സോ വി കുഡ് പീരിയോഡിക്കലി സേ എവറി സെക്കൻഡ് ഇൻക്രീസ് ദ പ്രയോറിറ്റി ഓഫ് എ വെയിറ്റിംഗ് പ്രോസസ് ബൈ 1 ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ലോ പ്രയോറിറ്റി ഇങ്ങനെ ഓരോ ടൈമിൽ കൂട്ടി കൊണ്ടുവരുമ്പോൾ ഇവഞ്ച്വലി even the process with an initial priority of 127 would have the highest priority in the system and would be executed. അതിന് പ്രയോറിറ്റി കൂടി എന്തായി, അത് 0 ആയി മാറി. അപ്പോൾ ഒന്നുകിൽ നമുക്ക്, സോറി കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് ഉണ്ടായതുകൊണ്ടാണ്, ഓരോരുത്തർക്ക് ഒന്ന് വാതിൽ മുട്ടുക. നമുക്കറിയാമല്ലോ നമ്മൾ റൂമിലൊക്കെ ഇരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്, വാതിൽ അടച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർ വന്ന് ഇങ്ങനെ മുട്ടും. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ചെറിയ മക്കളാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പ്ലീസ് സഹകരിക്കണം. എവിടെത്തി? നമ്മളപ്പോൾ പറഞ്ഞു, ഒരു രീതിയിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ബൈ 1 ആയിട്ട് ഇങ്ങനെ ഇവഞ്ച്വലി ഇൻക്രീസ് ചെയ്യണം അതിൻ്റെ പ്രയോറിറ്റി. അങ്ങനെ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അനദർ ഓപ്ഷൻ ഈസ് ടു കമ്പൈൻ RR ആൻഡ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ സിസ്റ്റം എക്സിക്യൂട്ട് ദ ഹയസ്റ്റ് പ്രയോറിറ്റി പ്രോസസ് ആൻഡ് റൺസ് പ്രോസസ് വിത്ത് ദ സെയിം പ്രയോറിറ്റി യൂസിങ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. അതായത് നമ്മൾ ഈ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് കൊടുക്കുന്നതിൻ്റെ ഓടൊപ്പം തന്നെ അതിനൊരു റൗണ്ട് റോബിൻ മെത്തേഡും കൂടി കൊണ്ടുവരും. അതായത് എന്താണ്, ഒരു ടൈം സ്ലൈസ് കൊടുത്തിട്ട്
എല്ലാവർക്കും ഈക്വലി ടൈം ഷെയർ ചെയ്യുന്ന ഒരു മെത്തേഡ് കൊണ്ടുവന്ന് എന്തായി ലോ പ്രയോറിറ്റി ഉള്ളവർക്കും കൂടെ ചാൻസ് കൊടുക്കാൻ കഴിയും. സോ എന്ത് ചെയ്യുക, റൗണ്ട് റോബിൻ പ്ലസ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്നുള്ളൊരു മെത്തേഡ് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്തൊക്കെയാണ് പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. First, since the priority of process is selected on the basis of memory requirement, user preference or requirement of time, and the process are executed on the basis of priority, high priority process do not have to wait long. അതായത് നമ്മൾ പറഞ്ഞു പല രീതിയിൽ നമുക്ക് പ്രയോറിറ്റി ചെയ്യാം. മെമ്മറി റിക്വയർമെൻറ്റിനനുസരിച്ച്, നമ്മളുടെ അർജൻറ്റൻസിക്ക് അനുസരിച്ചൊക്കെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രയോറിറ്റി പല രീതിയിൽ നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഹൈ പ്രയോറിറ്റി ഉള്ള നമ്മളെ കൺസെപ്റ്റിൽ എന്താണോ ഹൈ പ്രയോറിറ്റി ഉള്ളവർ അവർക്ക് ആദ്യം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് ഇവിടെ കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം നമ്മൾ പറഞ്ഞു ഇൻറ്റേർണലി എക്സ്റ്റേണലി ഒക്കെ നമുക്ക് പോസിബിൾ ആണ് പ്രയോറിറ്റി കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഏത് ടൈപ്പ് കൊടുക്കുന്നോ അവിടെ എന്തായി നമുക്ക് പ്രയോറിറ്റി അതിനനുസരിച്ച് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സിമ്പിൾ ടു ഇംപ്ലിമെൻറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഏറ്റവും സിമ്പിളാണ്. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സ്യൂട്ടബിൾ ഫോർ ആപ്ലിക്കേഷൻസ് വിത്ത് വേരിയിങ് ടൈം ആൻഡ് റിസോഴ്സ് റിക്വയർമെൻറ്റ്സ്. ഇതെന്ന് പറഞ്ഞാൽ പല വേരിയിങ് ടൈമിലുള്ള ആപ്ലിക്കേഷൻസിനും സ്യൂട്ടബിൾ ആണ്. അതേപോലെ റിസോഴ്സ് റിക്വയർമെൻറ്റ്സിനൊക്കെ അനുസരിച്ച് എന്താണ് നമുക്ക് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താം, പ്രയോറിറ്റിയിൽ മാറ്റങ്ങൾ വരുത്താം. അതുകൊണ്ട് തന്നെ ഷെഡ്യൂളിങ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഡിസഡ്വാൻറ്റേജസിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂ സ്റ്റാർവേഷൻ ആണ് ഇതിൻ്റെ മെയിനായിട്ട് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ദ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ഈസ് ദ പോസിബിലിറ്റി ഓഫ് പ്രോസസ് ബീങ് ഇൻഡെഫിനിറ്റ്ലി ബ്ലോക്ക്ഡ്. അതായത് സ്റ്റാർവേഷൻ, പ്രയോറിറ്റി കൂടുതലുള്ള ആളെന്ത് ചെയ്യുക, അവരിങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേ ആൾക്ക് ലോ പ്രയോറിറ്റി ഉള്ള ആൾക്ക് ഒരു ചാൻസും കൊടുക്കാത്ത അവസ്ഥയാണ് സ്റ്റാർവേഷൻ. അത് വലിയൊരു ഇഷ്യൂ ആണ്. ഈ സ്റ്റഡി സ്ട്രീം ഓഫ് ഹയർ പ്രയോറിറ്റി പ്രോസസ് ക്യാൻ പ്രിവെൻറ്റ് എ ലോ പ്രയോറിറ്റി പ്രോസസ് ഫ്രം എവർ ഗെറ്റിംഗ് ദ CPU. അതുകൊണ്ട് തന്നെ ലോ പ്രയോറിറ്റി ഉള്ളവർക്ക് ഒരിക്കലും CPU കിട്ടില്ല. ദ പ്രോബ്ലം ഓഫ് സ്റ്റാർവേഷൻ ക്യാൻ ബി സോൾവ്ഡ് ബൈ ഏജിങ്. അപ്പോൾ സ്റ്റാർവേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന മെത്തേഡ് എന്താണ്, ദ പ്രോബ്ലം ഓഫ് സ്റ്റാർവേഷൻ ക്യാൻ ബി സോൾവ്ഡ് ബൈ ഡാഷ് എന്ന് എക്സാമിന് ചിലപ്പോൾ 1 വേർഡിന് ചോദിച്ചാൽ എന്താ ആൻസർ, ഏജിങ് എന്നുള്ള മെത്തേഡാണ് നമ്മൾ കൊണ്ടുവരിക. ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ എക്സാമിന് ചോദിക്കുമ്പോൾ പലരും അതൊക്കെ മിസ്റ്റേക്ക് വരുത്തുന്നതാണ്, ശ്രദ്ധിക്കണം കേട്ടോ. ലാർജർ വേരിയൻസ് ഇൻസ് റെസ്പോൺസ് ടൈം ആൻഡ് വെയിറ്റിംഗ് ടൈം. പലപ്പോഴും റെസ്പോൺസ് ടൈം വൈകി പോവും, വെയിറ്റിംഗ് ടൈമൊക്കെ പലപ്പോഴും ഇഷ്യൂസ് വരുന്നതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. ഇത്രയൊക്കെയാണ് പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക. നോട്ട്സ് ഞാൻ പറഞ്ഞല്ലോ, വേണ്ടവർക്ക് എഴുതിയെടുത്താൽ മതി, അല്ലാത്തവർ പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ ബുക്ക് വാങ്ങണം എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം 180 റുപ്പീസ് ഉണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഏതായാലും നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവുക. നോട്ട്സ് വേണ്ടവർ എഴുതുക, അല്ലാത്തവർ പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ ബുക്ക് വാങ്ങേണ്ടവർക്ക് വാങ്ങാം, അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടുമെങ്കിൽ അങ്ങനെ നോക്കാം. എനിവേ നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, ഡൗട്ട്സ് എത്ര വേണേലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ല വെറുതെ ഡൗട്ട് ഉണ്ടാക്കി ചോദിക്കാമെന്നല്ല. ജെനുവിനായിട്ടുള്ള എന്ത് ഡൗട്ടും നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം. അതേപോലെ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും ഓപ്പൺ മൈൻഡായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ സജഷൻസിനും നമ്മൾ സൊല്യൂഷൻസ് കാണുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ പോസിറ്റീവായ രീതിയിൽ തന്നെ നമ്മളോട് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ പറയണം, അത് വേണ്ട രീതിയിലാണ്. അത് നമുക്ക് രണ്ട് കൂട്ടർക്കും സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രയോറിറ്റി ഷെഡ്യൂളിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.